ഡയറക്ഷൻ്റെ എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതിൽ ഫസ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? Communication is a basic organizational function which refers to the process by which a person transmits information or messages to another person. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഏത് രീതിയിലാണെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Then the purpose of communication in organization is to convey orders, instructions or information so as to bring desired changes in the performance and or the attitude of employees. നമ്മൾ സാധാരണ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷേ ഒരു ബിസിനസിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഫേമിൽ സൂപ്പർവൈസേഴ്സ് ഡയറക്ടേഴ്സിനാണെങ്കിലും ഇനി അതല്ല എങ്കിൽ ടോപ്പ് ടു ബോട്ടം ആണെങ്കിലും, അതായത് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സൂപ്പർവൈസേഴ്സിൻ്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ കയ്യിലേക്കാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ് ആണെങ്കിലോ റിക്വസ്റ്റ് ആണെങ്കിലോ ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുക? കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക. Proper communication results in clarity and securing the cooperation of subordinates. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ക്ലാരിറ്റി ഉള്ള, അതായത് കൃത്യമായിട്ട് അതിലെ വേർഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളതായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? നല്ല രീതിയിലുള്ള മെസ്സേജസിന് എപ്പോഴും എന്തുണ്ടാവും? എല്ലാവരുടെയും കോപ്പറേഷൻ ഉണ്ടാവും. അതായത് നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആ ഒരു മെസ്സേജിനോട് സഹകരിക്കും. Then faulty communication may create problems due to misunderstanding between the superior and subordinates. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മെസ്സേജ് ആണ് പാസ് ചെയ്യുന്നത് എങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫോൾസ് ന്യൂസ് വരാനോ അതല്ല എങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവാതെ ഫേമിൽ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനും അത് കാരണമാകും. The subordinates must correctly understand the message conveyed to them. എന്താണ്? നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എപ്പോഴും മറ്റുള്ളവർക്ക് കറക്റ്റായിട്ട്, അതായത് കൃത്യമായിട്ട് എന്താണോ അയക്കുന്നയാൾ ഉദ്ദേശിച്ചത് അത് തന്നെ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നയാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. ഇനി പറയുന്നതാണ് എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നു, കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് എംപ്ലോയീസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ റോൾ ക്ലിയർലി ആൻഡ് പെർഫോം ഇഫക്റ്റീവ്ലി. നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്ന പോയിന്റിൽ പറഞ്ഞു. ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മറ്റുള്ളവർക്ക് അവരുടെ വർക്കിനെ കുറിച്ചും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളും മോട്ടിവേഷനും അതുപോലെ ഇൻസ്പിറേഷനും ഒക്കെ കൊടുക്കലാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കണം? ഒന്നുകിൽ ബൈ വേർഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഓറലായിട്ട് നമ്മൾ പറയുന്നതായിരിക്കണം. അതായത് എന്താണ്? സിംപ്ലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സബോർഡിനേറ്റ്സ് ആണെങ്കിലും ബാക്കിയുള്ള എംപ്ലോയീസിനാണെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ റോൾ ക്ലിയർലി ആൻഡ് പെർഫോം ഇഫക്റ്റീവ്ലി. നല്ല രീതിയിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ റോൾ എന്താണ് എന്നുള്ളതും വർക്ക് എന്താണ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. Then it helps in achieving coordination and mutual understanding, which in turn leads to industrial harmony and increased productivity. നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇടയിൽ ആരൊക്കെയാണോ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഇടയിൽ എന്തുണ്ടാവും? ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അല്ലേ? ആരൊക്കെയാണ് സംസാരിക്കുന്നത് അവരുടെ ഇടയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് എന്തുണ്ടാവും? പരസ്പരം ഒരു ധാരണയുണ്ടാവും. സോ അങ്ങനെ എല്ലാ ആൾക്കാരും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും?
ഇറ്റ് ലീഡ്സ് ടു ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. എന്താണ്, നമ്മുടെ ഫേമിൻ്റെ ഹാർമണി മെച്ചപ്പെടാനും അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും, അതായത് എന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും എപ്പോഴും എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ പറയുന്നു, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്സ് മാനേജീരിയൽ എഫിഷ്യൻസി ആൻഡ് എൻഷുവേഴ്സ് കോപ്പറേഷൻ ഓഫ് ദ സ്റ്റാഫ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണെന്നാണ് നമ്മൾ പറയുന്നത്, കൃത്യമായിട്ടുള്ള മെസ്സേജസ് മറ്റുള്ളവർക്ക് കൈമാറുക എന്നുള്ളതാണ്. സോ അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സമയത്ത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മുടെ ഫങ്ഷൻസ് നല്ല രീതിയിൽ ചെയ്ത് തീർക്കാനും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് നമ്മുടെ ഫേം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ ഒരു ഗോളിൽ എത്തിച്ചേരാനും കഴിയുള്ളൂ. സോ അത് മാനേജേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും സബോർഡിനേറ്റ്സിൻ്റെ ഇടയിലാണെങ്കിലും ഇനി സൂപ്പർവൈസേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, മസ്റ്റാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്സ് മാനേജറിയൽ എഫിഷ്യൻസി ആൻഡ് എൻഷുവേഴ്സ് കോപ്പറേഷൻ ഓഫ് ദ സ്റ്റാഫിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്താൻ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു. ഇനി ലാസ്റ്റ് വൺ എന്താ പറയണേ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ഇൻ മോൾഡിങ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിൽഡിംഗ് അപ്പ് എംപ്ലോയീസ് മൊറൈൽ. നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എപ്പോഴും എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാനും അതുപോലെ തന്നെ അവരുടെ മനോവീര്യം അല്ലെങ്കിൽ എന്താണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അതുവഴി അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷനോട് അല്ലെങ്കിൽ ആ ഒരു ഫേമിനോട് നല്ല രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാനും സാധിക്കുന്നു. ഇനി പറയുന്നതാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് കണ്ടു. നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ 4 ടൈപ്പാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ പറയുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, നെക്സ്റ്റ് വൺ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ദെൻ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് നമ്മൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. പക്ഷേ കമ്മ്യൂണിക്കേഷനെ ഈ ചാർട്ടിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഒരുപാട് തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എന്താണ് ഓരോ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇനി പറയുന്നതാണ്, അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, ഫസ്റ്റ് പാർട്ട് അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നു ദ പാത്ത് ത്രൂ വിച്ച് ഇൻഫർമേഷൻ ഫ്ലോസ് ഈസ് കോൾഡ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇൻ എവറി ഓർഗനൈസേഷൻ വി ഹാവ് ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ചാനൽസ്. ഏത് വഴിയാണോ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് ആ ചാനലിനെ അല്ലെങ്കിൽ ആ വേയെ നമ്മൾ എന്ത് പറയും, ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും അവിടെ 2 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഏതൊക്കെയാണ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. The paths of communication which are based on relationship established formally by management are the formal channels. എന്താണ്, ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ അതായത് സ്റ്റാറ്റസ് അനുസരിച്ച് റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ അതായത് മാനേജർ, സൂപ്പർവൈസർ അതുപോലെ തന്നെ സബോർഡിനേറ്റ്സ് അങ്ങനെയുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജസ് പാസ് ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതായത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പാസ് ചെയ്യുന്നതിന് അതിനെ നമ്മൾ എന്ത് പറയും, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ദ ജനറൽ മാനേജർ കമ്മ്യൂണിക്കേറ്റ്സ് എ ഡിസിഷൻ ടു ദ പ്രൊഡക്ഷൻ മാനേജർ who may then issue orders or instructions to the foreman. എന്താണ്, ഒരു ജനറൽ മാനേജർ അയാളുടെ താഴെയുള്ള ആർക്കാണ്, പ്രൊഡക്ഷൻ മാനേജർക്ക് എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഡേഴ്സോ കൊടുക്കുന്നു. ആ പ്രൊഡക്ഷൻ മാനേജർ എന്ത് ചെയ്യുന്നു, അയാളുടെ അണ്ടറിലുള്ളത് ആരാണോ അവർക്ക് ആ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുന്നു. ഫുള്ളി ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. സോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഇനി അത് ഏത് രീതിയിലും ആവാം. ഇറ്റ് മേ ഓൾസോ ബി ലൈക്ക് എ വർക്കർ അപ്ലൈങ് ടു ഹിസ് സൂപ്പർവൈസർ ഫോർ എ ലോൺ ഫ്രം ദ GPF അക്കൗണ്ട്. എന്താണ്, അതായത് മേലെ ഡയറക്ടേഴ്സും മാനേജേഴ്സും അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മാത്രമല്ല ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്,
താഴെ വർക്ക് ചെയ്യുന്ന, അതായത് താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് പോലെയുള്ള ആൾക്കാർ അവർക്ക് എന്തെങ്കിലും ഒരു റിക്വസ്റ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അത് ജനറൽ മാനേജർക്കോ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർക്കോ പാസ് ചെയ്യുന്നതും എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. തികച്ചും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫേമിന്റെ ഇടയിൽ പാസ് ചെയ്യുന്നതാണ് എപ്പോഴും എന്ത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ ആണെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? സോ എന്താണ്? കമ്മ്യൂണിക്കേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫോർമൽ ഓർ സോഷ്യൽ റിലേഷൻസ് എമംഗ് സ്റ്റാഫ് ഈസ് കോൾഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ സ്റ്റാഫിൻ്റെ ഇടയിൽ സാധാരണ രീതിയിലുള്ള എന്തെങ്കിലും ടോക്സ്, ഒഫീഷ്യൽ ആയിട്ടുള്ളതോ അല്ലാത്തതോ ആവാം, പക്ഷെ സാധാരണ രീതിയിലുള്ള എന്തെങ്കിലും ടോക്സ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനി ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ എ പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് ആൻ അക്കൗണ്ട് ആസ് ദേ ഹാപ്പൻ ടു ബി ഫ്രണ്ട്സ് ഓൾസോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എപ്പോഴും നല്ല രീതിയിലുള്ള റിലേഷൻ വെച്ച് പുലർത്തുന്ന ആൾക്കാർ അതേ രീതിയിൽ, അതായത് സ്റ്റാറ്റസ് നോക്കാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അവരുടെ മെസ്സേജസ് പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഇൻഫോർമൽ ചാനൽസ് ആർ used due to friendly interaction of members of an organization. In fact, it may be purely personal or related to organizational matters. മിക്ക സമയത്തും ഈ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത് ആര് തമ്മിലായിരിക്കും? ഫ്രണ്ട്സ് തമ്മിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ടോക്കിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മാറ്റേഴ്സോ ആവും. പക്ഷെ ഒരിക്കലും ഒരു ഒഫീഷ്യൽ എന്നുള്ള രീതിയിലുള്ള ആ ഒരു എന്താണ്, നമ്മളിപ്പോൾ ഒരു ഒഫീഷ്യൽ കാര്യം പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. എപ്പോഴും നല്ല ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിൽ അവരുടെയും ഫേമിലും സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഡൗൺവേർഡ്, അപ്വേർഡ്, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. On the basis of the flow or direction of communication in organizations, it can be classified as upward, downward, horizontal or diagonal. Okay, അതായത് മെസ്സേജസ് ഏത് രീതിയിലാണ് പാസ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾക്ക് 4 രീതിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്വേർഡ്, ഡൗൺവേർഡ്, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ. When employees make any request, appeal, report, suggest or communicate ideas to the supervisor or superiors, the flow of communication is upward communication. എന്താണ്? താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മേലെ വർക്ക് ചെയ്യുന്ന, അതായത് അവരുടെ മുകളിൽ അവരെക്കാൾ സ്റ്റാറ്റസ് കൂടിയ ആൾക്കാരോട്, അതിപ്പോൾ സുപ്പീരിയേഴ്സോ അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസൊക്കെ മാനേജേഴ്സിനോടോ സൂപ്പർവൈസേഴ്സിനോടോ അതല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടറോടോ ആ ഒരു ബേസിൽ എന്തെങ്കിലും രീതിയിലുള്ള മെസ്സേജസ് പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി എന്താണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ? അപ്വേർഡ് എന്ന് പറയുന്നത് താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ മുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതാണ് എങ്കിൽ, ഡൗൺവേർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരെ മറിച്ച് മാനേജേഴ്സോ മാനേജിങ് ഡയറക്ടേഴ്സോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് താഴെ തട്ടിലേക്ക് പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? എന്താണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഒരേ ഡിപ്പാർട്ട്മെന്റിൽ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, ഒരേ സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ ഒരു ഫേമിൽ ഒരേ റാങ്കിലുള്ള ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ? ഒരേ സ്റ്റാറ്റസ് അല്ല, ഒരേ റാങ്ക് അല്ല, ഫേമിലുള്ള ആൾക്കാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഇപ്പം സെയിൽസിലുള്ള ആൾക്കാർ പ്രൊഡക്ഷനിൽ പോയിട്ട് പ്രൊഡക്ഷനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പ്രൊഡക്ഷനുള്ള ആൾക്കാർ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഫേമിൽ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ട്
ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, റാങ്കോ കാര്യങ്ങളോ നോക്കാതെ ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ദ മോഡ് യൂസ്ഡ് കമ്മ്യൂണിക്കേഷൻ മേ ബി വേർബൽ ഓർ നോൺ വെർബൽ. നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ്, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോഡ് അനുസരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, വേർബലും നോൺ വേർബലും. While communicating, managers may talk to their subordinates either face to face or on telephone, or they may send letters, issue notice or memos. These are all verbal communications. So എന്താണ്, നമ്മൾ ഒരാൾക്കൊരു മെസ്സേജസ് പാസ് ചെയ്യുന്നു, അത് ചിലപ്പോൾ റിട്ടേൺ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓറൽ ആയിട്ട്, അതായത് നമ്മൾ പോയിട്ട് തന്നെ പറയുന്നതായിരിക്കാം. ഇനി അതല്ല എങ്കിൽ എന്താണ്, ടെലിഫോൺ വഴിയായിരിക്കാം. ഇങ്ങനെ ബൈ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് അപ്പോൾ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഒരാളോട് ഒരു മെസ്സേജ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ മറ്റൊരാൾക്ക് ഏത് രീതിയിലാണെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്താൽ അത് കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് നിങ്ങൾ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അവർ ജസ്റ്റ് എന്താണ്, ജസ്റ്റ് ഒന്ന് തലയാട്ടി കാണിക്കുന്നു. അതല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് വേവ് ചെയ്ത്, അതായത് കൈ പൊക്കി കാണിക്കുന്നു. അങ്ങനെയൊക്കെയാണ് എങ്കിൽ എന്താണ്, അവിടെ ബൈ വേർഡ് നിങ്ങൾ സംസാരിച്ചിട്ടില്ല, ഫോൺ ചെയ്തിട്ടില്ല, മെസ്സേജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഒരു രീതിയിലും നിങ്ങൾ തമ്മിൽ വേറെ രീതിയിലുള്ള ഒരു എന്താണ് ബൈ വേർഡ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. ഓക്കെ, സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.